ന്യൂസ് 4 സ്വാഗതം. പ്രധാന വാർത്തകൾ. മഹാരാജ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഫ്രട്ടേണിറ്റി പ്രവർത്തകനെ ആംബുലൻസിൽ കയറി SFI പ്രവർത്തകർ മർദ്ദിച്ചു. ആക്രമണം പോലീസ് സാന്നിധ്യത്തിൽ. SFI നേതാവിനെ കുത്തിയതിൽ 15 പേർക്കെതിരെ വധശ്രമത്തിന് കേസ്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പ്രതികൾ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. എക്സാലോജിക്കിൽ മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമെന്ന് തെളിഞ്ഞെന്ന് VD സതീശൻ. നടന്നത് അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമെന്ന് പ്രതിപക്ഷ നേതാവ്. വീണയ്ക്കെതിരായ കേസിന് അടിസ്ഥാനമില്ലെന്ന് AK ബാലൻ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് LDFും. തിരുവല്ലയിൽ പ്രവാസി മലയാളി കോൺക്ലേവ് മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നത് ഊഹാപോഹമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. തൃശൂരിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലെന്ന നിലപാടുമായി പെടുത്തി TN പ്രതാപൻ. കുർബാന തർക്കത്തിൽ വിമതർക്ക് മുന്നറിയിപ്പുമായി സിറോ മലബാർ സഭ. സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒന്നല്ല ആരാധനാക്രമമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സഭയും ആരാധനാക്രമവും അനുശാസിക്കുന്ന രീതിയിലാകണം കുർബാനയെന്നും ആർച്ച് ബിഷപ്പ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും. മത്സരം രാത്രി 8-ന് ഖത്തറിൽ. ഇന്ത്യ ഇറങ്ങുക പ്രതിരോധ നിരയുടെ കരുത്തിൽ.